തലേ ദിവസത്തെ ഡെക്കറേഷൻ്റെ പരിപാടിക്ക് വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും പണിയെടുത്ത് വയ്യാണ്ടായിരിക്കുകയാണ്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? വെറുതെ പറഞ്ഞാണ്. പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ബലൂൺ വീർപ്പിക്കാനുണ്ടായിരുന്നു. ഒരു 100-300 ബലൂണുകളൊക്കെ വീർപ്പിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി ഇതായിരുന്നു. ആ ബലൂൺ അവർ വീർപ്പിച്ചത്. അത് കഴിഞ്ഞ് വള്ളിയൊക്കെ കെട്ടി തൂക്കി ആ ബലൂണൊക്കെ തൂക്കിയിടുന്ന ഒരു കർത്തവ്യമായിരുന്നു അടുത്തത്. ഇത് ഞങ്ങളുടെ സ്വന്തം മായക്കാണ്, ക്യൂട്ട്നെസ്. പിന്നെ എല്ലാവരും കൂടി ഈ പരിപാടികളൊക്കെ പെട്ടെന്ന് ചെയ്തു. ഇനി കാണാൻ പോകുന്നതാണ് സുകന്യ സുരേഷ്. ക്യാമറ കണ്ടപ്പോൾ എക്സ്പ്രഷൻ വാരി വിതറും. അപ്പോൾ ഒരു ഡൗട്ടില്ല, നാച്ചുറൽ എക്സ്പ്രഷനാണ് മൊത്തം ഉള്ളത്. പിന്നെ ബലൂൺസൊക്കെ സ്റ്റേജിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേഗം പോയിട്ട് വേണം നാളത്തെ കാര്യങ്ങളുടെ ബാക്കി പരിപാടികൾ ചെയ്യാൻ. ഫെയർവെല്ലിൻ്റെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കാനുണ്ടായിരുന്നു. ഡാൻസിന്റെ മുദ്ര കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയാം, നാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇത് മൊത്തം എനിക്ക് പൊട്ടിക്കാൻ കിട്ടണം. ഈ ബലൂൺ പൊട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അവിടെ നിന്ന് പിന്നെ എസ്കേപ്പ് അടിച്ച് നേരെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നാളത്തെ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റ മിനിറ്റ് കളയാണ്ട് ഗെയിമിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. ഹലോ, അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫെയർവെൽ പാർട്ടി. നമ്മുടെ അല്ലാതെ ഡാൻസേഴ്സ് ഒക്കെ ഉണ്ട് സൈഡിൽ. അപ്പോൾ നമ്മുടെ അല്ല ആരുടെയാണ്? സീനിയേഴ്സിൻ്റെ ഫെയർവെൽ പാർട്ടിയാണ്. അപ്പോൾ 8:30 പ്രോഗ്രാമായിരുന്നു. വന്നപ്പോൾ കുറച്ച് ലേറ്റായി. റൂംമേറ്റ്സ് അത് ഡാൻസേഴ്സ് ക്ലാസിക്കൽ ഡാൻസേഴ്സൊക്കെ റെഡിയാണ്. ലിയലിയൻസ് അവിടെ വന്ന് എല്ലാവരെയും കണ്ണി കോലുമിട്ടായിലേക്കായിരുന്നു. പക്ഷെ എനിക്ക് ബാഡ്ജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലവ് ഫസ്റ്റ് ആയിട്ട് അടിച്ചു. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ലുക്ക് വാട്ട് വി ക്രിയേറ്റഡ്, അടിപൊളി. പിന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് 5-6 ഫോട്ടോ എടുക്കാൻ പറ്റും. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓ, ബ്യൂട്ടി ക്യൂൻ. ഈ ഫോട്ടോസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു സങ്കടം വരായിരുന്നു. ഇനി ഇവരാരും ഇവിടെ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. കാരണം ഇവരുടെ ബാച്ച് അങ്ങനെയായിരുന്നു. എല്ലാത്തിനും ഒരു ഒറ്റ മൈൻഡ്. ക്ലാസ്സിൽ പോവാതിരിക്കാനാണെങ്കിലും ലീവ് എടുക്കാനാണെങ്കിലും പഠിക്കാനായാലും പാസ്സാവാനും എല്ലാം. സൂപ്പർ കൊച്ചി കുറച്ചും കൂടി ബാക്കിലേക്ക്. പിന്നെ ബാഡ്ജൊക്കെ കുത്തിക്കൊടുത്ത് എല്ലാവരെയും വെൽക്കം ചെയ്തു. സത്യം പറഞ്ഞാണല്ലോ പരിപാടി കുറച്ച് വിചാരിച്ചതിനേക്കാൾ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷേ വെൽ മാനേജ്ഡായിട്ട് എല്ലാം കഴിഞ്ഞത്. ഇതാണ് നമ്മുടെ എസ്തെറ്റിക് അക്സാപ്പി. അടിപൊളിയാണ്. ഈ ബാഡ്ജ് കാണുമ്പോൾ എനിക്ക് പറഞ്ഞ് എടുത്തോണ്ട് പോകണമെന്നുണ്ട്. ഇവരെല്ലാവരും വന്നോ ഇല്ലയൊന്നും അറിയാതെ ഇത് എടുത്തോണ്ട് മോഷ്ടിക്കപ്പെടാൻ പറ്റില്ലല്ലോ. കമ്മിറ്റിക്കാർ അറക്കും. മീൻവൈൽ ബാക്ക് സ്റ്റേജ് റീഫ്രഷ്മെൻറ്റ് ടീമിലെ നമ്മളെ പിള്ളേർ ചത്ത് പണിയെടുക്കുകയാണ്. സ്ക്വാഷ് എടുത്ത് കൊടുക്കുമ്പോൾ കേക്കും സ്ക്വാഷും ആയിരുന്നു. അടിപൊളിയായിരുന്നു. കേക്ക് കുറേ ഞങ്ങൾ നിന്ന് കുറേ കഴിച്ചു. പക്ഷെ ഇഷ്ടംപോലെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കാൻ ആവശ്യമുണ്ടായിരുന്നു. റിഫ്രഷ്മെൻറ്റ്സ് ആർ ഓൺ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബാഗ് ഓടി വന്ന് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതൊരു ടാസ്ക് ആയിരുന്നു. പരിപാടി കാണുന്നുണ്ട്, എന്നാൽ പുറത്തത്തെ ഗെയിമിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയോ എല്ലാവരെയൊക്കെ വിളിച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു. കഴിഞ്ഞ ക്രിസ്റ്റീന അതൊരു 100 ബലൂൺ കൂടെ തരുന്നോ? നാണം കാരണം ഇതെന്താ അദ്വൈതിന്റെ കല്യാണത്തിനുള്ളതല്ലേ? എല്ലാവരും വരണം.
എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന ലക്ഷ്യത്തിൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുകന്യ സുരേഷ് അതിലും വലിയ അഭിനയം എൻ്റെ കൈയൊക്കെ പിടിച്ചാണ് ഹെൽപ്പ് ചെയ്തത്. ആ കയ്യിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ മനസ്സിലാവും. അവളത് തൊട്ടിട്ട് പോലുമില്ല. അങ്ങനെ ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പണിയെടുക്കാൻ ആരംഭിച്ചു. പിന്നെ റിഫ്രഷ്മെൻ്റ് ടൈമായപ്പോൾ അതൊക്കെ വേഗം സെറ്റ് ചെയ്ത് എല്ലാവരും ഓടിപ്പടച്ച് വേഗം കൊണ്ടുകൊടുത്തു. Maybe groups will be there very clearly because I am telling means I was only 22 in my batch, still I am alone here. Okay, so you consider 100 people, how many of you will be in touch? We have to be very careful. ഒരു സെലിബ്രിറ്റി സ്റ്റൈൽ ഒന്ന് തിരിഞ്ഞേ ഓടിയൊക്കെ കണ്ടിട്ട് ഒരു മറ്റേ സെലിബ്രിറ്റി സ്റ്റൈൽ ഒന്ന് തിരി സുന്ദരി നെക്സ്റ്റ് അർപ്പിത മനോജ് സുന്ദരി ഓഫ് ദി ഇയർ. Come on,
അതുപോലെയുള്ള പ്ലീസ് കേൾക്കുമ്പോൾ ആത്മാവ് മനസ്സിൽ തോന്നുന്ന ഉണ്ടായിട്ടുള്ള പാട്ട് കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഒരു ഫയലും അതിൻ്റെ ഉള്ളിൽ അവരുടെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു. അത് കണ്ടപ്പോൾ ശരിക്കും അവർ ഞെട്ടി. അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അടിപൊളി റിയാക്ഷൻ ആയിരുന്നു അവരുടെ. Are you ready? ഗെയിമും പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും അവരവരുടെ ഫോട്ടോ തപ്പി പോകുന്നത്, ഓരോ മെമ്മറീസ് റീകോൾ ചെയ്യുന്നതൊക്കെ ശരിക്കും അവിടെ നിൽക്കുന്ന ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? കണ്ടല്ലേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തമിഴ് എഴുതുന്നില്ലേ? എല്ലാവരും കൂടി അവരുടെ മെമ്മറീസ് റീകോൾ ചെയ്യുന്നത് ഇങ്ങനെ അകലിൽ നിന്ന് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഇറ്റ്സ് റിയലി ഹാപ്പി മൂമെൻറ്റ്. കാരണം അവരാഗ്രഹിച്ച പോലത്തെ ഒരു ഫെയർവെൽ കൊടുക്കണം, അതൊക്കെയായിരുന്നു ഞങ്ങളെ മനസ്സിലാഗ്രഹം. അത് അതുമാതിരി തന്നെ നടന്നിട്ടുണ്ട്. ജോജേട്ടൻ പരിപാടി ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടെ പറ. കുഞ്ചി പരിപാടി ഇഷ്ടമായോ? പരിപാടി ഇഷ്ടപ്പെട്ടോ? അല്ല വീഡിയോ പരിപാടി ഇഷ്ടപ്പെട്ടോ? വിൻസ്റ്റേജിക്കോ ലാവിക്കോ? ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ഫെയർവെൽ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഉണ്ട് കണ്ടങ്ങൾ കോലൊക്കെ പോയി. പക്ഷെ പരിപാടി ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തു. ഭയങ്കര ഞങ്ങൾക്ക് സത്യം വിഷമമുണ്ട് കേട്ടോ. ഇവരൊക്കെ പോവാണല്ലോ. കാരണം വന്നപ്പോൾ അത്ര കമ്പനിയൊന്നും അല്ലെങ്കിലും അവസാനം ഇപ്പൊ ഭയങ്കര ക്ലോസ് ആയി, എല്ലാവരായിട്ടും ഭയങ്കര ക്ലോസ് ആയി. അപ്പൊ അവരൊക്കെ പോവാണ്. പിന്നെ അതല്ല അടുത്ത കൊല്ലം നമ്മളിങ്ങനെ ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ആലോചിക്കുമ്പോൾ ഇല്ല, ഫ്യൂ മോർ മന്ത്സ് പെട്ടെന്ന് പോകും. എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുന്ന തിരക്കിലാണ്. ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഇന്നത്തെ നല്ല മെമ്മറി ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോത്തുവിന്റെ ആൽബിൻ ജോണ്ടിയും ഒരു കപ്പിൾ ഡാൻസ് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഭയങ്കര ക്യൂട്ട് മൊമെന്റ് ആയിരുന്നു. വ്ളോഗാണ് ഇതാണ് ഞങ്ങളുടെ സീനിയേഴ്സ്, അവർ ഫേവറേറ്റ് സീനിയേഴ്സ്. അതെ, ബൈ ബൈ. നിങ്ങൾ എൻജോയ് ചെയ്തോ? യെസ്, എൻജോയ് ചെയ്തു. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ആയിരുന്നു എലൈസിന്റെയും ആൽബിന്റെയും ഡാൻസ് കണ്ടോ? ഒരു ടീമാണ്. ഫുഡ് സെക്ഷനിൽ കാണിക്കാൻ നമുക്ക് മന്തി കുഴിമന്തി. ഷാബു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇന്നത്തെ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി ഏതായിരുന്നു? ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം സീനിയേഴ്സിന്റെ ഡാൻസ്, നമ്മുടെ ചെറുക്കന്മാരുടെ ഡാൻസ്, വീഡിയോസ്, അതൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യാട്ടോ ഗൈസ്. അതെന്തായാലും അറിയാം. ഇതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ്. നമുക്ക് തുറന്നു നോക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റുമോ? നടന്നോ, ഞങ്ങളത് കൊണ്ടുവരാം. തുറന്നു നോക്കാം.
ഇതിലൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഇതിലുണ്ടോ? എന്ത് പറ്റിയെന്നോ? ഇതാണ് വ്ളോഗ്. ജിൻ്റപ്പനും പിള്ളേരും. ഇതാണ് ഞങ്ങൾ സീനിയേഴ്സിന് കൊടുത്തത്. അത് നമുക്ക് ഇവരോട് ചോദിക്കാം. അഞ്ജു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെമ്മറി ഇന്നത്തെ? ആ ഫയല് കൊടുക്ക്. ജൂനിയർ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി ഇന്നത്തെ? അടിപൊളിയായിട്ട് തോന്നിയത് ആ ഇന്ററാക്ഷൻ സെക്ഷൻ തന്നെയാണ്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൽബിൻ ജോ. എല്ലാവരും ഇതാ പറയുന്നേ. എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഫെയർവെൽ എങ്ങനെയുണ്ടായിരുന്നു? ഫെയർവെല് ഞാൻ ചോദിച്ചു മേടിച്ചു. ഇതാണ് നമ്മുടെ ആര്? അതെ, അത് നമ്മുടെ ആരാധകരുള്ളതുകൊണ്ട് അതെ. ഞാനൊരു ഫാനാണ്. ഞാനൊരു പേരുടെ സാൽവിൻ. ഇവിടെ പോലെ എന്റെ ആരാധകരാണ്. അല്ലേ, നിങ്ങളെല്ലാവരും പക്ഷെ ഇതില് വെളി നീനോ പരിപാടി ഉണ്ടായിരുന്നു? ഞങ്ങൾ നടന്ന പരിപാടിയാണ്. സൂപ്പർ പരിപാടി. മെയിൻ ജെഫിൻ പൈസ ഇട്ടില്ല. നീനു കുറച്ചങ്ങ് കഴിച്ചേ. ഓ, ഒരു പീസ് അങ്ങ് കീറിയെടുത്ത് കുഴച്ച് അടിപൊളി. പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഞങ്ങളുടെ പിള്ളേർ കംപ്ലീറ്റ് ഓണാണ്. ബാക്കി വന്ന ഫുഡ് സാധനങ്ങളൊക്കെ അവന്മാർ ഹോസ്റ്റലിലേക്ക് തന്നു വിട്ടു. ആ മന്തി ഒന്ന് വിരിച്ചിട്ട് 10-25 പേര് കിടന്നാണ് അതിനാക്രമിച്ചത്. കിടന്നു ഇരുന്നൊക്കെ അത് നിമിഷ നേരം കൊണ്ട് അത് കഴിഞ്ഞ്. എല്ല് പോയിട്ട് അതിൻ്റെ ഒരു തരി പോലും ആ പ്ലേറ്റ് ബാക്കി ഉണ്ടായിരുന്നില്ല. എല്ലും അവസാനം കടിച്ചു വായിരിക്കും. പിന്നെ വിശന്നിട്ടല്ല, മന്തി ഞങ്ങൾക്ക് അങ്ങനെ വേസ്റ്റ് ആക്കാൻ ഇഷ്ടമല്ലാത്തതാണ്. അത് ശരിയാവില്ല മന്തിക്ക്. അവസ്ഥ ഉണ്ടോ? എല്ലാം കംപ്ലീറ്റ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗായ്സ്, ഫെയർവെൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആര്യ ബാബു, ആര്യ ബാബു.